Hi everyone, welcome to the online course Statistics for Data Science. എൻ്റെ പേര് പവിത്ര. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാര്യവട്ടം ക്യാമ്പസിലെ MSc ഡാറ്റാ സയൻസ് വിദ്യാർത്ഥിനിയാണ്. നമ്മുടെ ഓൺലൈൻ കോഴ്സായ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഡാറ്റാ സയൻസിലെ 4ാം ദിവസമായ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മെഷേഴ്സ് ഓഫ് വേരിയേഷൻ ആണ്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണെന്ന് നോക്കിയായിരുന്നു. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി പോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു മെഷറാണ് മെഷേഴ്സ് ഓഫ് വേരിയേഷൻ അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. മെഷേഴ്സ് ഓഫ് വേരിയേഷൻ എന്താണെന്ന് നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡാറ്റാ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റാ സെറ്റിലെ ഡാറ്റാ പോയിൻറ്റ്സ് തമ്മിൽ എത്രത്തോളം സ്പ്രെഡാണ് അല്ലെങ്കിൽ അത് എത്രത്തോളം ഡിസ്പേഴ്സ്ഡ് ആണെന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന ഒരു മെഷറാണ് മെഷേഴ്സ് ഓഫ് വേരിയേഷൻ. അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റാ സെറ്റ് എടുത്തിട്ട് അതിലെ സെൻട്രൽ വാല്യൂന്ന് ബാക്കിയുള്ള വാല്യൂസൊക്കെ എത്രത്തോളം ഡീവിയേറ്റഡ് ആണെന്ന് മെഷർ ചെയ്യുന്ന ഒരു മെഷറാണ് മെഷേഴ്സ് ഓഫ് വേരിയേഷൻ. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് മെഷേഴ്സ് ഓഫ് വേരിയേഷൻ ആണ് റേഞ്ച്, ഇൻ്റർക്വാർട്ടൈൽ റേഞ്ച്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ഇവെന്താണെന്ന് നമുക്ക് താഴോട്ട് ഓരോന്നും നോക്കാം. ആദ്യം തന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിലെ ആദ്യത്തെ മെഷറായ റേഞ്ച്. മെഷേഴ്സ് ഓഫ് വേരിയേഷനിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെഷറാണ് റേഞ്ച്. അതുപോലെ തന്നെ ഒരു ഡാറ്റയെ പറ്റിയിട്ട് ഒരു ക്വിക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ക്വിക്ക് ഐഡിയ തരുന്നതാണ് റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡാറ്റാ സെറ്റ് എടുക്കുമ്പോൾ ആ ഡാറ്റാ സെറ്റിൽ ഒരു മാക്സിമം വാല്യൂ ഉണ്ടാവും, മിനിമം വാല്യൂ ഉണ്ടാവും. അതായത് ക്വാണ്ടിറ്റേറ്റീവിൽ ഒരു ലാർജസ്റ്റ് നമ്പറും ഉണ്ടാവും, സ്മോളസ്റ്റ് നമ്പറും ഉണ്ടാവും. അത് തമ്മിലുള്ള ഡിഫറൻസ്, ലാർജസ്റ്റ് വാല്യൂം സ്മോളസ്റ്റ് വാല്യൂം തമ്മിലുള്ള ഡിഫറൻസ് ആണ് റേഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോർമുല വന്നിട്ട് റേഞ്ച് ഈസ് ഈക്വൽ ടു ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ. ഇങ്ങനെയാണ് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ കാണുന്ന ഡാറ്റാ സെറ്റ് വന്നിട്ട് ഒരു സർട്ടൺ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൻ്റെ ഏജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അതായത് 13, 14, 15, 16 എന്ന ഡാറ്റ പോയിൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു ഡാറ്റ. ഇതിൻ്റെ റേഞ്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം അതിൻ്റെ ഹയസ്റ്റ് വാല്യൂ 16, ദെൻ ലോവസ്റ്റ് വാല്യൂ 13. ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് എടുക്കുന്നു, 16 മൈനസ് 13. അതായത് റേഞ്ച് ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ് കിട്ടി നമുക്ക്. സോ ഈ ഡാറ്റാ സെറ്റിൻ്റെ റേഞ്ച് വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ഇങ്ങനെയാണ് നമ്മൾ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഡാറ്റാ സെറ്റിൻ്റെ. അതുപോലെ തന്നെ റേഞ്ചിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അവ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ റേഞ്ച് ഒരു ഡാറ്റാ സെറ്റിനെ പറ്റിയിട്ട് ഒരു ഡാറ്റാ സെറ്റിനെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് ഒരു ഐഡിയ നമുക്ക് തരില്ല. അതായത് നമുക്കതൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇവിടെ കാണുന്ന 2 ടൈപ്പ് ഓഫ് ഡാറ്റാ സെറ്റാണ്. അതായത് ആദ്യം 2 ഡാറ്റാ സെറ്റിലും മാക്സിമം വാല്യൂ മിനിമം വാല്യൂ സെയിം തന്നെയാണ്, 12ഉം 7ഉം. അതുകൊണ്ട് തന്നെ അതിൻ്റെ റേഞ്ചും ഈക്വലായിട്ട് നമുക്ക് കിട്ടി 5. സോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ, അതായത് ആദ്യത്തെ ഡാറ്റാ സെറ്റ് വന്നിട്ട് 7 മുതൽ 12 വരെയുള്ള എല്ലാ പോയിൻറ്റ്സിനും അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഓഫ് പോയിൻറ്റ്സ് 7നും 12നും ഇടയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കോൺസെൻട്രേഷൻ വരുന്നില്ല, ക്ലസ്റ്ററിങ് ഒന്നും കാണുന്നില്ല, അങ്ങനത്തെ ഒരു ഡാറ്റാ സെറ്റ്. രണ്ടാമത്തെ ഡാറ്റാ സെറ്റ് എടുക്കുമ്പോൾ ആ 7 മുതൽ 12 വരെയുള്ള വാല്യൂസിൽ ഫസ്റ്റ് ഡാറ്റ അപേക്ഷിച്ച് ഒരു വെറൈറ്റി ഓഫ് മെഷേഴ്സ് കുറവാണ്, അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് വാല്യൂസ് കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു രീതിയിലുള്ള കോൺസെൻട്രേഷൻ, അതായത് റിപ്പീറ്റഡ് മെഷർ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ 12ൻ്റെ അവിടെ. സോ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും 2 കൈൻഡ് ഓഫ് ഡാറ്റ സെറ്റ് ആവുന്നുണ്ട്. ഒരു ഡിഫറൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെയിം ആയിട്ട് വരുന്ന കാരണം ഈ 2 ഡാറ്റാ സെറ്റും തമ്മിലൊരു ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്വിഷൻ നമുക്ക് നടത്താൻ സാധിക്കില്ല ത്രൂ റേഞ്ച്. ദെൻ രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് വന്നിട്ട് സെൻസിറ്റീവ് ടു ഔട്ട്ലയേഴ്സ്. ഔട്ട്ലയേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടേമാണ് ഔട്ട്ലയേഴ്സ്. അതുകൊണ്ട് റേഞ്ച് അഫക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ് സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ താഴെ കാണുന്നത് ഒരു ഡാറ്റാ സെറ്റാണ്. ആ ഡാറ്റാ സെറ്റിലെ ഡാറ്റ പോയിൻറ്റ്സ് വന്നിട്ട് 1, 2, 3, 4, 120 ആണ്. ഈ 1, 2, 3, 4നെ അപേക്ഷിച്ച് 120 വന്നിട്ട് ഒരു ഔട്ട്ലയർ തന്നെയാണ്, എക്സ്ട്രീമിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ തന്നെയാണ്. സോ നമ്മൾ അതിൻ്റെ റേഞ്ച് എടുക്കുമ്പോൾ പക്ഷേ ഈ 120 ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. സോ അതിൻ്റെ റേഞ്ച് എടുക്കുമ്പോൾ 120 മൈനസ് 1 199 എന്ന് പറഞ്ഞിട്ട് കിട്ടും. പക്ഷേ ഈ ഡാറ്റാ സെറ്റിലെ ബാക്കി വാല്യൂസിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 199 തന്നെ ഒരു വലിയ വാല്യൂ ആണ്. സോ ആ വാല്യൂസിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് റേഞ്ച് കൊണ്ട് സാധിക്കില്ല. സോ അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്നുണ്ട്. സോ ഇതൊക്കെയാണ് റേഞ്ചിൻ്റെ ഡിസഡ്വാൻറ്റേജ്. സോ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിലെ സെക്കൻഡ് മെഷറായ ഇൻ്റർക്വാർട്ടൈൽ റേഞ്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ്റർക്വാർട്ടൈൽ റേഞ്ചിനെ നമ്മൾ സിംപ്ലി IQR എന്നും വിളിക്കാറുണ്ട്.
അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ക്വാർട്ടൈൽസ് കൊണ്ട് കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരു മെഷറാണ് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാർട്ടൈൽസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരു 3 ടൈപ്സ് ഓഫ് ക്വാർട്ടൈൽസ് ഉണ്ട്, Q1, Q2, Q3. അതായത് ഫസ്റ്റ് ക്വാർട്ടൈൽ, സെക്കൻഡ് ക്വാർട്ടൈൽ ആൻഡ് തേർഡ് ക്വാർട്ടൈൽ. ഇതിൽ തേർഡ് ക്വാർട്ടൈലിൻ്റെ ഫസ്റ്റ് ക്വാർട്ടൈലിൻ്റെ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് IQR അല്ലെങ്കിൽ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്. അതായത് IQR കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് ഈസ് ഈക്വൽ ടു തേർഡ് ക്വാർട്ടൈൽ മൈനസ് ഫസ്റ്റ് ക്വാർട്ടൈൽ, Q3 മൈനസ് Q1. ഇങ്ങനെയാണ് IQR കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ റേഞ്ചിൻ്റെ കേസിൽ ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞായിരുന്നു, റേഞ്ച് ഔട്ട്ലയേഴ്സ് കൊണ്ട് അഫക്റ്റഡ് ആവും എന്നുള്ളത്. പക്ഷേ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എത്തുമ്പോൾ അത് ഓവർകം ചെയ്യുന്നുണ്ട്, ഔട്ട്ലയേഴ്സ് ഇവിടെ അഫക്റ്റഡ് ആവുന്നില്ല. അതിന് റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ IQR കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓൾവേസ് ഒരു ഡാറ്റ സെറ്റ് എടുത്തിട്ട് അതിൽ ഹൈ എൻഡ് വാല്യൂസും ലോ എൻഡ് വാല്യൂസും എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് കാരണം ഓട്ടോമാറ്റിക്കലി അവിടെ എക്സ്ട്രീം വാല്യൂസ് എലിമിനേറ്റ് ആയി പോകുന്നുണ്ട്. ബാക്കി കിട്ടുന്ന ആ ചെറിയ ഡാറ്റ സെറ്റിൽ അല്ലെങ്കിൽ ബാക്കി വരുന്ന ആ ഡാറ്റ സെറ്റിൽ നിന്നാണ് നമ്മൾ IQR കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നോർമലി ഔട്ട്ലയേഴ്സിൻ്റെ ഒരു പ്രോബ്ലം അവിടെ വരുന്നില്ല. IQR കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്കിവിടെ ഒരു ഡാറ്റ സെറ്റ് തന്നിട്ടുണ്ട്, 63, 64, 64, 70, 72, 76, 77, 81, 81. ഇതിൻ്റെ IQR ഒന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. IQR കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് Q1ഉം Q3യും കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് ക്വാർട്ടൈലും തേർഡ് ക്വാർട്ടൈൽ. ഫസ്റ്റ് ക്വാർട്ടൈൽ അല്ലെങ്കിൽ ക്വാർട്ടൈൽസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ക്വാർട്ടൈൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ n+1/2th പൊസിഷനിലുള്ള വാല്യൂ, n+1/4th പൊസിഷനിലുള്ള വാല്യൂ, ദാറ്റ് ഈസ് ഇവിടെ അത് 2.5 ആണ്. സോ 2.5 എന്ന് പറഞ്ഞൊരു പൊസിഷൻ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അത് കാരണം സെക്കൻഡ് പൊസിഷനുള്ള വാല്യൂൻ്റെയും തേർഡ് പൊസിഷനുള്ള വാല്യൂൻ്റെയും ആവറേജ് എടുക്കുന്നു. ദാറ്റ് ഈസ് 64 + 64 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 64 itself. സോ നമുക്ക് Q1 64 എന്ന് കിട്ടി. ദെൻ Q3 എന്ന് പറയുമ്പോൾ 3n+1/4th പൊസിഷനിലുള്ള വാല്യൂ. ഇവിടെ അത് 7.5 ആണ്. 7.5 എന്നുള്ള പൊസിഷൻ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. സോ 7th പൊസിഷനിലെ 8th പൊസിഷനിലെ വാല്യൂസിൻ്റെ ആവറേജ്, ദാറ്റ് ഈസ് 77 + 81 ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 79. സോ നമുക്ക് Q1ഉം Q3യും കിട്ടിക്കഴിഞ്ഞു. ഇത് യൂസ് ചെയ്താൽ നമുക്ക് IQRനെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ IQR ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1, ദാറ്റ് ഈസ് ഈക്വൽ ടു 79 മൈനസ് 64 വിച്ച് ഈസ് ഈക്വൽ ടു 15. സോ നമുക്ക് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് 15 എന്ന് പറഞ്ഞിട്ട് കിട്ടി. സോ ഈ ഡാറ്റ സെറ്റിൻ്റെ IQR എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത് 15 ആണ്. ഇങ്ങനെയാണ് IQR കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ നോർമലി Q1ഉം Q3യും ലൊക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് Q2ഉം ആ ഡാറ്റ സെറ്റിൽ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് മീഡിയനും ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഡാറ്റ സെറ്റിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത് 5th പൊസിഷനിലുള്ള വാല്യൂ, ദാറ്റ് ഈസ് 72. ആ മീഡിയൻ്റെ റൈറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് അപ്പർ ഹാഫ് എന്നും ലെഫ്റ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് ലോവർ ഹാഫ് എന്നും വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ Q3യുടെ റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ അതിന് അപ്പർ ക്വാർട്ടർ എന്നും Q1ൻ്റെ ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോൾ അതിന് ലോവർ ക്വാർട്ടർ എന്നും വിളിക്കാറുണ്ട്. ഇതാണ് നമുക്ക് ഈ ഫിഗർ കാണാൻ സാധിക്കുന്നത്. ദെൻ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിലെ അടുത്ത മെഷർ അല്ലെങ്കിൽ മൂന്നാമത്തെ മെഷറായ വേരിയൻസ് എന്താണെന്ന് നോക്കാം. വേരിയൻസ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നല്ലൊരു റോളുള്ള അല്ലെങ്കിൽ നല്ലൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മെഷറാണ് വേരിയൻസ്. അതിന് റീസൺ ഇതാണ്, സ്റ്റാറ്റിസ്റ്റിക്സിലെ വേരിയസ് ഫീൽഡ്സിൽ, അതായത് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, സാമ്പിളിംഗ്, ഹൈപ്പോത്തസിസ് ടെസ്റ്റ്, ഇങ്ങനത്തെ വേരിയസ് ഫീൽഡ്സിൽ വേരിയൻസ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വേരിയൻസിൻ്റെ ഇൻഫ്ലുവൻസ് അവിടെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ വേരിയൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് മെഷറായിട്ട് മാറി. വേരിയൻസ് മെഷർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡാറ്റ സെറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ സെൻട്രൽ വാല്യൂവിനെ അപേക്ഷിച്ച് ബാക്കിയുള്ള വാല്യൂസിൻ്റെ സ്പ്രെഡിൻ്റെ ആവറേജ്, അത് എത്രത്തോളം സ്പ്രെഡ് ചെയ്തിരിക്കുന്നു എന്നതിനെയാണ് വേരിയൻസ് മെഷർ ചെയ്യുന്നത്. അതായത് അതിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡാറ്റ സെറ്റ് എടുത്തിട്ട് ആ ഡാറ്റ സെറ്റിലെ ഡാറ്റാ പോയിൻറ്റ്സിൻ്റെ മീനിൽ നിന്നുള്ള ഡീവിയേഷൻ്റെ സ്ക്വയറിൻ്റെ ആവറേജ് അതിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് വിളിക്കുന്നത്. അതായത് അതിൻ്റെ ഫോർമുല നോക്കുമ്പോൾ വേരിയൻസ് ഓഫ് x ഈസ് ഈക്വൽ ടു 1/n സമ്മേഷൻ i ഈസ് ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ. ഇവിടെ മ്യൂ എന്ന് പറയുന്നത് ആ ഡാറ്റാ സെറ്റിൻ്റെ മീൻ, ദെൻ xi എന്ന് പറയുന്ന ഓരോ ഡാറ്റാ പോയിൻറ്റ്സും, ദെൻ n എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. സോ xi മൈനസ് മ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ മീനിൽ നിന്നുള്ള ബാക്കി ഡാറ്റാ പോയിൻറ്റ്സിൻ്റെയൊക്കെ ഡീവിയേഷൻ, ദെൻ അതിനെ സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ സമ്മേഷനിലൂടെ എടുക്കുന്നു, എന്നിട്ട് അതിനെ നമ്മൾ ഡിവൈഡ് ബൈ n ചെയ്ത് അതിൻ്റെ ആവറേജ് എടുക്കുന്നു. സോ ഇങ്ങനെയാണ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കതിനൊരു എക്സാമ്പിൾ നോക്കാം.
ഈ കാണുന്ന ടേബിളിലെ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിലുള്ള വാല്യൂസാണ് നമ്മുടെ ഡാറ്റ സെറ്റായിട്ട് അസ്യൂം ചെയ്യുക. ആ വാല്യൂസ് അതായത് 1 2 2 3 4 5 ഇതിൻ്റെ വേരിയൻസ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ മീൻ കണ്ടുപിടിക്കുക, അതായത് മ്യൂ കണ്ടുപിടിക്കുക. ആ ഡാറ്റ സെറ്റിൻ്റെ മീൻ കണ്ടുപിടിക്കുക. മീൻ നമുക്കിവിടെ 2.83 എന്ന് പറഞ്ഞിട്ട് കിട്ടി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഓരോ ഡാറ്റ പോയിൻറ്റ്സിൽ നിന്നും മീനും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നു. ആ ഡീവിയേഷൻ എത്രയാണെന്ന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നു. അതാണ് നമുക്കിവിടെ എക്സ് മൈനസ് മ്യൂ എന്ന് പറഞ്ഞാൽ ആ കോളത്തിൽ കാണാൻ സാധിക്കുന്നത്. ദാറ്റ് ഈസ് ആദ്യത്തെ ഡാറ്റ പോയിൻ്റായ 1, അതിൻ്റെ മീനും തമ്മിലുള്ള ഡിഫറൻസ് 1 - 2.83 വിച്ച് ഈസ് ഈക്വൽ ടു -1.83, ദെൻ 2 - 2.83 വിച്ച് ഈസ് ഈക്വൽ ടു 0.83 എന്നിങ്ങനെ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെയൊക്കെ സ്ക്വയർ എടുക്കുന്നു. എക്സ് മൈനസ് മ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ റിസൾട്ട്സിൻ്റെയൊക്കെ സ്ക്വയർ എടുക്കുന്നു. സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് 3.35, 0.69, 0.69, 0.03, 1.37, 4.71 എന്നിങ്ങനെ കിട്ടുന്നു. എന്നിട്ട് ഇതിന് ശേഷം നമ്മൾ ഇതിനെല്ലാത്തിൻ്റെയും കൂടെ ഒരു സം എടുക്കുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നു. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 10.84 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ആ 10.84നെ നമ്മൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, അതായത് 6 കൊണ്ട്, ഇവിടെ അത് 6 ആണ്, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ നമുക്ക് 1.807 എന്ന് കിട്ടി. സോ ഈ ഡാറ്റ സെറ്റിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് 1.807 ആണ്. ഇങ്ങനെയാണ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ നമുക്ക് അടുത്ത മെഷർ നോക്കാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ 4ാമത്തെ മെഷറായ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മുടെ വേരിയൻസ് പോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു മെഷറാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമ്മൾ വേരിയൻസിൻ്റെ കേസിൽ പറഞ്ഞ എല്ലാ പ്രോപ്പർട്ടീസും ഇവിടെയും ബാധകമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കേസിലും. കാരണം വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിൽ റിലേറ്റഡ് ആണ്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് തന്നെ റൂട്ട് ഓഫ് വേരിയൻസ് കൊണ്ടാണ്. വേരിയൻസിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വേറൊരു പ്രത്യേകതയാണ് കോമൺലി യൂസ്ഡ് മെഷറാണ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷറാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമുക്ക് അത് മെഷർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേരിയൻസിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. സോ അപ്പോൾ അതിൻ്റെ ഫോർമുല സിഗ്മ ഇസ് ഈക്വൽ ടു, നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സിഗ്മ എന്ന നൊട്ടേഷൻ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ. സമ്മേഷൻ എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ചെയ്യുമ്പോൾ നമുക്ക് വേരിയൻസ് ആണ് കിട്ടുന്നത്. സോ ആ വേരിയൻസിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ആദ്യം നമുക്ക് തന്നേക്കുന്ന ഡാറ്റ സെറ്റിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. മീൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓരോ ഡാറ്റ പോയിൻറ്റും മീനും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഡീവിയേഷൻ, മീനിൽ നിന്നുള്ള ഡീവിയേഷൻ എന്താണെന്ന് കമ്പ്യൂട്ട് ചെയ്യുക. കമ്പ്യൂട്ട് ചെയ്തിട്ട് ആ ഡീവിയേഷനൊക്കെ സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുത്ത് ആ സ്ക്വയർ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസും ഉണ്ട്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് സ്റ്റെപ്പ് 5 എത്തുമ്പോഴത്തേക്കും നമുക്ക് വേരിയൻസ് കിട്ടും. അങ്ങനെ കിട്ടുന്ന ആ വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ദാറ്റ് ഈസ് നമ്മൾ 6th സ്റ്റെപ്പിൽ ചെയ്യുന്നത് ആ കിട്ടുന്ന വേരിയൻസിന് സ്ക്വയർ റൂട്ട് എടുക്കുന്നു. അങ്ങനെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കതിനൊരു എക്സാമ്പിൾ നോക്കാം. ഈ ടേബിൾ വന്നിട്ട് ഒരു പെയിൻറ്റിൻ്റെ പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ അത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്നുള്ളതിന് ഒരു കണക്കാണ്. അത് മന്ത്സിലാണ് എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. സോ നമ്മുടെ ഡാറ്റ സെറ്റ് വന്നിട്ട് 10, 60, 50, 30, 40, 20 അതാണ്. നമുക്ക് ആ ഡാറ്റ സെറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ വേരിയൻസിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു, മ്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 35 എന്ന് പറഞ്ഞിട്ട് കിട്ടി. എന്നിട്ട് നമ്മൾ എക്സ് മൈനസ് മ്യൂ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് ഓരോ ഡാറ്റ പോയിൻറ്റും മീനും തമ്മിലുള്ള വേരിയേഷൻ, ഡീവിയേഷൻ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. സോ അപ്പോൾ നമുക്ക് എക്സ് മൈനസ് മ്യൂ എന്ന് പറഞ്ഞ ആ കോളം കിട്ടും. അത് കഴിഞ്ഞിട്ട് എക്സ് മൈനസ് മ്യൂവിൻ്റെ സ്ക്വയർ എടുക്കുന്നു. ആ ഓരോ വാല്യൂസിനെയും സ്ക്വയർ എടുക്കുന്നു. സ്ക്വയർ എടുത്ത് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നു, സമ്മപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 1750 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഈ 1750 നമ്മൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട്, ഇവിടെ അത് 6 ആണ്. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വേരിയൻസ് കിട്ടും. ആ വേരിയൻസിനെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 17.1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ആ 17.1 ആണ് ഈ ഡാറ്റ സെറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ സിഗ്മ. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കമ്പാരിസൺ നമുക്ക് നോക്കാം.
ഇവിടെ തന്നിരിക്കുന്ന 3 ഡാറ്റാ സെറ്റാണ്, 3 കൈൻഡ് ഓഫ് ഡാറ്റാ സെറ്റാണ്. പക്ഷേ 3 ഡാറ്റാ സെറ്റിൻ്റെ മെയിൻ വാല്യൂ സെയിം തന്നെയാണ്, 15.5 തന്നെയാണ്. നമുക്ക് ഓരോ ഡാറ്റാ സെറ്റായിട്ട് നോക്കാം. ഡാറ്റ എ, ആദ്യത്തെ ഡാറ്റാ സെറ്റ് നോക്കുമ്പോൾ അതിൽ കുറച്ച് വേരിയബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് മെഷേഴ്സ് ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ മാത്രമേ ഉള്ളൂ. വേരിയേഷൻസും കാണാൻ സാധിക്കുന്നുണ്ട് ഒരു നോർമലി കാണുന്ന ഡാറ്റാ സെറ്റ്. സോ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 3.338 ആണ്. ദെൻ നമുക്ക് ഡാറ്റ ബി നോക്കാം, സെക്കൻഡ് ഡാറ്റാ സെറ്റ്. അവിടെ നോക്കുമ്പോൾ ഒരു വേരിയേഷൻ കുറവാണ്. നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ലുക്കിൽ നോക്കുമ്പോൾ തന്നെ, ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തന്നെ അവിടെ ഒരു വേരിയേഷൻ കുറവാണ്. പക്ഷെ അവിടെ ഒരു കോൺസെൻട്രേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു ചെറിയ ക്ലസ്റ്ററിങ് അവിടെ വരുന്നുണ്ട്. ആ 14, 15, 16, 17 ആ പോർഷനിൽ ഒരു കോൺസെൻട്രേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കാരണം അതാണ് ആ ഡാറ്റാ സെറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി. സോ അപ്പോൾ അവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ കോൺസെൻട്രേഷൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് S=0.926, 1-നേക്കാളും കുറവാണ്. സോ അവിടെ ഒരു കോൺസെൻട്രേഷൻ വന്നത് കാരണം, അല്ലെങ്കിൽ വേരിയബിലിറ്റി കുറഞ്ഞത് കാരണമാണ് അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറഞ്ഞത്. ദെൻ മൂന്നാമത്തെ ഡാറ്റാ സെറ്റ് എടുക്കുമ്പോൾ ഡാറ്റ സി നമുക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് നല്ലൊരു അതായത് നല്ലൊരു സ്പ്രെഡ് കാണാൻ സാധിക്കുന്നുണ്ട്. വാല്യൂസ് തമ്മിൽ നന്നായിട്ട് ഡീവിയേറ്റഡ് ആണ്, നല്ലൊരു സ്പ്രെഡ് കാണാൻ സാധിക്കുന്നുണ്ട്. 2 ഹൈ എൻഡിൽ മാത്രമേ വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ ഈ കേസിൽ ഈ ഡാറ്റയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കുമ്പോൾ നമുക്ക് എസ് വന്നിട്ട് 4.570, അതായത് ഫസ്റ്റ് ഡാറ്റയെക്കാളും വലുതായിട്ടാണ് കിട്ടിയേക്കുന്നത്. അതിന് റീസൺ ഇതാണ്, ഇതിൻ്റെ ഡാറ്റാ സെറ്റ് നന്നായിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുന്നതാണ് റീസൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതലായിട്ട് കിട്ടിയത്. അതായത് സ്പ്രെഡ് കൂടും തോറും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടും, സ്പ്രെഡ് കുറയും തോറും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറയുകയാണ് ചെയ്യുന്നത്. നമുക്കതൊരു പ്ലോട്ടിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു സ്റ്റാൻഡേർഡ് നോർമൽ കർവാണ്. ഈ കർവ് സ്മോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആകുമ്പോൾ നമുക്ക് ആ നാരോ കർവും, ലാർജ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആകുമ്പോൾ ആ വൈഡായിട്ടുള്ള കർവും കിട്ടുന്നു. അതിന് റീസൺ ഇതാണ്, സ്മോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആകുമ്പോഴത്തേനും വാല്യൂസ് തമ്മിൽ നല്ല ക്ലോസ്ലി സിറ്റുവേറ്റഡ് ആയിരിക്കും. അവിടെ ഒരു വലിയൊരു വേരിയബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കില്ല. അതെല്ലാം കൂടി തന്നെ ഒരു പർട്ടിക്കുലർ റീജിയനിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, പർട്ടിക്കുലർ റീജിയനിൽ മാത്രം സിറ്റുവേറ്റ് ചെയ്യുള്ളൂ. സോ അങ്ങനത്തെ വാല്യൂസ് നമുക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ നാരോ ആയിട്ടുള്ള ഒരു കർവേ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുള്ളൂ. അതിന് റീസൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ സ്പ്രെഡ് കുറഞ്ഞ കാരണം. സോ ആ നാരോ കർവായിരിക്കും നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്. എന്നാൽ ലാർജ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആകുമ്പോഴത്തേനും നന്നായിട്ട് സ്പ്രെഡ് ഉണ്ടാകും, വേരിയബിലിറ്റി ഒക്കെ കൂടുതലായിരിക്കും. സോ ആ ഡാറ്റാ സെറ്റിലെ ഡാറ്റാ പോയിൻറ്റ്സ് തമ്മിൽ നല്ലൊരു ഡീവിയേഷൻ ഉണ്ടാകും, അതൊക്കെ തമ്മിൽ നല്ലൊരു വേരിയബിലിറ്റി ഉണ്ടാകും. സോ അത് വന്നിട്ട് ഒരു വലിയ റീജിയനെ കവർ ചെയ്യുന്ന ഒരു ഡാറ്റാ സെറ്റ് ആയിരിക്കും. അതിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വൈഡായിട്ടുള്ള ഒരു കർവ് കിട്ടും. അങ്ങനത്തെ കർവാണ് ഈ താഴെ കാണിച്ചിരിക്കുന്ന ലാർജ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന് റിസൾട്ടായിട്ട് കിട്ടുന്ന വൈഡായിട്ടുള്ള ആ കർവ്. ഇതാണ് പ്ലോട്ടിൻ്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ കമ്പാരിസൺ. നമുക്ക് ഓൺ ദി ഹോൾ ഒരു ചെറിയ സമ്മറി ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പർട്ടിക്കുലർ ഡാറ്റാ സെറ്റ് എടുക്കുമ്പോൾ ആ ഡാറ്റാ സെറ്റിൽ സ്പ്രെഡ് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഡാറ്റാ സെറ്റിൽ ഡാറ്റാ പോയിൻറ്റ്സ് തമ്മിൽ വേരിയബിലിറ്റി കൂടുതലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക് എല്ലാം, അതായത് റേഞ്ച്, IQR, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതെല്ലാം തന്നെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സ്പ്രെഡ് കുറയുമ്പോൾ ഇതെല്ലാം കുറയുകയും ചെയ്യും. പിന്നെ വേറൊരു കേസാണ്, ചില ഡാറ്റാ സെറ്റ് എടുക്കുമ്പോഴത്തേനും അതിൽ എല്ലാ വാല്യൂസും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് അവിടെ നമുക്കൊരു വേരിയേഷൻ ഒന്നും കാണാൻ സാധിക്കില്ല, വേറെ സ്പ്രെഡോ അങ്ങനെ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനത്തെ ഡാറ്റാ സെറ്റിന് ഈ മെഷേഴ്സ് എല്ലാം തന്നെ, ഈ സ്റ്റാറ്റിസ്റ്റിക് എല്ലാം തന്നെ 0 ആയിട്ട് മാറും. അതൊരു പ്രോപ്പർട്ടിയാണ്. ദെൻ ഈ മെഷേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ റേഞ്ച്, IQR, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതൊന്നും തന്നെ ഒരിക്കലും നെഗറ്റീവ് ആവില്ല, എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഇതൊക്കെയാണ് ഇത്രയും നേരം പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെയൊക്കെ ഒരു സമ്മറി ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് അടുത്ത മെഷർ നോക്കാം, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ മെഷേഴ്സിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് 2 ഡാറ്റാ സെറ്റ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 യൂണിറ്റ്സിൽ മെഷർ ചെയ്യുന്ന 2 ഡാറ്റാ സെറ്റ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ യൂസ് ചെയ്യുന്നത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീനിൽ നിന്നുള്ള ഡീവിയേഷൻ അല്ലെങ്കിൽ ഡിസ്പേർഷനെ തന്നെയാണ് മെഷർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കമ്പാരിസന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. നമുക്ക് അങ്ങനെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ അതെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം.
കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ വന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ മീൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിനെ ഇൻറ്റു 100 ചെയ്യുമ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. അതായത് ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഒരു ഡാറ്റാ സെറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ആ ഡാറ്റാ സെറ്റിൻ്റെ മീൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. അതിൻ്റെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ CB ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ മ്യൂ ഇൻറ്റു 100. അതായത് സിഗ്മ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മ്യൂ എന്ന് പറയുമ്പോൾ മീൻ, ദെൻ ഇൻറ്റു 100. ഇത് ഇൻറ്റു 100 ചെയ്യുന്ന കാരണം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കാരണം പെർസെൻറ്റേജിലോട്ട് മാറി അത് നമ്മളെപ്പോഴും പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ 2 ഡാറ്റ സെറ്റ് തന്നിട്ടുണ്ട്, സ്റ്റോക്ക് A ആൻഡ് സ്റ്റോക്ക് B. സ്റ്റോക്ക് Aയിലെ ആവറേജ് അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് 50 ആണ്, പക്ഷേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5. അതുപോലെ തന്നെ സ്റ്റോക്ക് ബിക്ക് മീൻ എന്ന് പറയുന്നത് 100 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 ആണ്. നമ്മളിവിടെ CV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് Aയിലെ CV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ CV ഈസ് ഈക്വൽ ടു S/X ബാർ ഇൻറ്റു 100. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100, 5/50 ഇൻറ്റു 100. അതിന് നമുക്ക് 10 എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ 10% ആണ് സ്റ്റോക്ക് Aയുടെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ദെൻ സ്റ്റോക്ക് B എടുക്കുമ്പോൾ അവിടെ CV വന്നിട്ട് 5/100 ഇൻറ്റു 100, അതായത് 5% തന്നെയാണ്. സോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്റ്റോക്ക് ബിയെക്കാളും സ്റ്റോക്ക് എയിലാണ് അതിൻ്റെ പ്രൈസസ് തമ്മിൽ ഒരു വേരിയബിലിറ്റി കൂടുതലായി കാണിക്കുന്നത്. അതാണ് നമുക്കിവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് എയിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കൂടുതലായത് കാരണം അവിടെ ഒരു വേരിയബിലിറ്റി നമുക്ക് കൂടുതലായി കാണാൻ സാധിക്കും. സോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു എവ്രിവൺ.